അമൃത മാഡം, ഞാൻ വിളിച്ചത് കേട്ടില്ലേ? ആ, മോളായിരുന്നോ? ഞാൻ തൊഴാൻ വന്നതാ. അമൃത മാഡം മ്യൂസിക് സ്കൂളിലോട്ടല്ലേ? ഞാനും വന്നോട്ടെ? അല്ല, ഇനിയിപ്പോ അങ്ങോട്ടേക്കല്ലേലും കുഴപ്പമില്ല. എന്നെ വഴിയിലൊന്ന് ഇറക്കോ? അല്ലെങ്കിൽ ഞാനിവിടുന്ന് നടക്കണം. പിന്നെ ഞാൻ ലേറ്റായ ഫിദ മാഡം അമൃത മാഡം തന്നെ എന്നെ കുറ്റം പറയുകയും ചെയ്യും. രക്ഷപ്പെട്ടു. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? അതൊക്കെയുണ്ട്. നമുക്ക് പോവാം. നമ്മള് കാറിനകത്തല്ലേ? ഇവിടെ ഇപ്പൊ അങ്ങനെ വെയിലൊന്നും കൊള്ളില്ലല്ലോ. മിണ്ടാതിരിക്കു കുട്ടി, ഡിസ്റ്റർബ് ചെയ്യണ്ട. അല്ല, ഇഷ്ടം തോന്നുന്ന ആൾക്കാരെ ശല്യപ്പെടുത്തിയാലും കുഴപ്പമൊന്നുമില്ലെന്നാ ഞങ്ങളുടെ ഒരു ധാരണ. ഫിദ മാഡത്തിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാ എനിക്കും വളരെ വേണ്ടപ്പെട്ട ആളല്ലേ. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഒന്നും തോന്നല്ലേ? ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും ഈ മാഡം എന്താ ഒന്ന് തിരിഞ്ഞു നോക്കാത്ത? അഹങ്കാരമായിരിക്കോ? ഫിദ മാഡത്തിന്റെ കൂട്ടുകാരിയല്ലേ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. മോൾ എന്തായി ചിന്തിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ കരുതിയത് മ്യൂസിക് സ്കൂൾ വരെ ഫിദ മാഡത്തിന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചു പോവാന്നാ. പക്ഷേ അവിടെ എത്തട്ടെ കുട്ടി. അവിടെ എത്തിയാല് എനിക്ക് മാഡത്തോട് സംസാരിക്കാലോ അല്ലേ? മാഡം നാട്ടിലെവിടെയാ? ചെങ്ങന്നൂരാ. വേണി മാഡത്തിനോട് എന്ത് ചോദിച്ചാലും അമൃത മാഡം ആണല്ലോ മറുപടി പറയാ. ഇതെന്താ കോൺട്രാക്റ്റാ? അല്ല, ഞാനീ ചോദിക്കുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? എന്നാ ഞാൻ മിണ്ടുന്നില്ല. എങ്ങോട്ടാ കുട്ടി? അല്ല, വേണി മാഡത്തിനെ അകത്തേക്ക് സ്വീകരിക്കണ്ടേ? എനിക്ക് എന്തായാലും വേണി മാഡത്തിനൊന്ന് കാണണം. തിരക്കുള്ള ആളുകളെ വെറുതെ എന്തിനാ? അല്ല, ഇനി എവിടെയെങ്കിലും മാഡത്തിനെ കണ്ടാ തിരിച്ചറിയാൻ വേണ്ടിയല്ലേ. ഞാൻ മാഡത്തിനെ കണ്ടെന്ന് കരുതി ഒരു കുഴപ്പം ഉണ്ടാവില്ല. വണ്ടി വിട, വേഗം പോ. അല്ല, അതെന്ത് പണിയാ? ഒരു വാക്ക് പോലും പറയാതെ അങ്ങ് പോകുന്ന. ഫിദ മാഡം എവിടെയാ? ടോയ്ലറ്റിലാ. ഫിദ മാഡത്തിനെ കണ്ടിട്ട് വേണം എനിക്ക് ആ വേണി മാഡത്തിനെ കുറിച്ച് ചിലത് പറയാൻ. എന്ത് പറയാൻ? അല്ല, അവര് സുഹൃത്തുക്കളല്ലേ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നോടൊന്നും മിണ്ട പോലും ചെയ്തില്ലല്ലോ. അല്ല, ഞാനത് ഫിദയോട് പറഞ്ഞു. വേണി മോളുമായിട്ട് സംസാരിക്കതില് ഫിദയ്ക്ക് നല്ല വിഷമമുണ്ട്.
മാഡം, ഫിദ മാഡം എന്നെ സ്വന്തം മോളായിട്ടാ കാണുന്നേ. വലിയ സ്നേഹാന്നൊക്കെ ഞാൻ വേണി മാഡത്തിനോട് പറഞ്ഞു. ഒരു വാക്ക് പോലും എന്നോട് മിണ്ടിയില്ല. അവൾ അങ്ങനെയാ മോളെ, അധികം സംസാരിക്കാറൊന്നുമില്ല. ആ, അധികം സംസാരിക്കില്ല. എന്നാലും കൂട്ടുകാരിയുടെ മോളോടൊന്നും മിണ്ടാലോ. ശോ, പോട്ടെ മോളെ. അമ്പലത്തിലെ പ്രസാദമുണ്ട്, ഞാൻ ഇട്ട് തരട്ടെ? ഇതാ വേണി മാഡത്തിന് വേണ്ടി കഴിപ്പിച്ച പുഷ്പാഞ്ജലിയുടെ പ്രസാദല്ലേ, എനിക്ക് വേണ്ട. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. മോക്കൊരു അപകടവും വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം കഴിപ്പിച്ചതാ. എന്റെ മോൾക്കൊരാപത്ത് വന്നാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഏ, എന്തിനാ അങ്ങനൊക്കെ പറയുന്നേ? നീ എനിക്ക് എന്റെ മോള് തന്നെയല്ലേ. കുറച്ചു ദിവസമായിട്ട് മോളുടെ മാനസികാവസ്ഥ ഒന്നും ശരിയല്ലല്ലോ. അതുകൊണ്ട് മോളുടെ ഇഷ്ടപ്പെട്ട ദൈവത്തിനടുത്ത് പോയി വേണ്ട പൂജയൊക്കെ നടത്താൻ ഞാൻ അമൃത ഏൽപ്പിച്ചതാ. ആണോ? എന്നാ പ്രസാദം എനിക്ക് തന്നേക്ക്. എന്റെ അമ്മ എനിക്ക് വേണ്ടി ചെയ്തല്ലേ. അതെ, എന്നെക്കുറിച്ച് അങ്ങനെ അധികം പേടിക്കൊന്നും വേണ്ട കേട്ടോ. പ്രാർത്ഥിക്കാനും കാവലിരിക്കാനൊക്കെ എനിക്ക് അമ്മയുണ്ടല്ലോ.